മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളിൽ ഒന്ന് തന്നെയാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസകാലം. ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ്. അതുകൊണ്ടാണ് മെയ് മാസത്തിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ ഭവനങ്ങളിലൊക്കെ പരിശുദ്ധ മാതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥനകൾ ചൊല്ലി സുകൃതജപം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറ്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ യോഹന്നാനോട് പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മ എന്ന്. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാനെ വരമേൽപ്പിക്കുമ്പോൾ അത് നമ്മുടെയും അമ്മയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഈ മെയ് മാസം നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ച് പ്രാർത്ഥിക്കാം. ഈ മെയ് മാസത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ അമ്മയെ പറ്റി ധ്യാനിക്കും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഒരൊറ്റ കാര്യം അച്ഛൻ നിങ്ങളത് ഓർമ്മപ്പെടുത്തുകയാണ്. തമ്പുരാനോട് വിശ്വാസത്തോടെയുള്ള സമർപ്പണമാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് നമുക്ക് സ്വന്തമാക്കാനുള്ളത്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഇതെങ്ങനെ, ഇതെപ്പോൾ, ഇത് ഞാൻ അറിയുന്നില്ലല്ലോ എന്ന് പറയുന്ന ചോദ്യങ്ങളുടെ മുൻപിൽ പോലും പരിശുദ്ധ അമ്മ തമ്പുരാനോട് വിശ്വാസത്തോടെയുള്ള സമർപ്പണമാണ് ചെയ്തത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകളുടെ നടുവില്, പ്രതിസന്ധികളുടെ നടുവില്, ബുദ്ധിമുട്ടുകളുടെ നടുവില് ഇതൊക്കെ എങ്ങനെ ഞാൻ അറിയുന്നില്ലല്ലോ തമ്പുരാനെ, എന്നെ നീ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അവിടെ പരിശുദ്ധ അമ്മയെ മാതൃകയാക്കിക്കൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. ദൈവത്തിന് മുൻപിൽ നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, ഈ മെയ് മാസം വണക്കമാസം നമുക്കും പരിശുദ്ധ അമ്മയെ മാതൃകയാക്കിക്കൊണ്ട് തമ്പുരാനോടുള്ള സ്നേഹത്തെ പ്രതി വിശ്വാസത്തോടെ നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. തമ്പുരാൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.